Hello everyone, this is Michelle and Joshua. സോറി ഇവിടെ മുടി കെട്ടാത്തോണ്ടും എല്ലാതായിരിക്കുന്നത്, പക്ഷെ നമ്മൾ അത് നോക്കുന്നില്ല. നമ്മൾ ബിക്കോസ് ഇന്ന് നോക്കാൻ പോകുന്നത് ബേബി എൻ്റെ ഒരു ഫേവററ്റ് മുട്ടക്കറി ഉണ്ടാക്കി തരും. അതിൻ്റെ ഒരു ജസ്റ്റ് ഒരു ഫ്യൂ സെക്കൻഡ്സ് ഒരു വീഡിയോ നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ പേര് ചോദിച്ചു കാണാൻ തന്നെ രസമുണ്ട്, എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ്, വീഡിയോ ഉണ്ടോ, റെസിപ്പി അയച്ചു തരാമെന്ന്. അപ്പം ഐ തോട്ട് വൈ നോട്ട്, ബേബി എനിക്ക് കുക്ക് ചെയ്യുന്നതായിരിക്കും. ഏറ്റവും കോമഡി അതല്ല, ഇത് എവിടെയും വേറെ യൂട്യൂബിൽ നിന്ന് ഒന്നും നോക്കിയ ഒരു റെസിപ്പി അല്ല, തന്നെത്താനെ സ്വന്തം കൈപ്പണിയായിട്ട് മസാലകൾ എന്തൊക്കെയോ ഇട്ടുണ്ടാക്കിയതാണ്. പക്ഷെ ഇറ്റ് കെയിം ഔട്ട് റിയലി ഗുഡ്. സോ നമുക്ക് എങ്ങനെയാണ് മുട്ടക്കറി ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ചക്കരക്ക് എന്തെങ്കിലും പറയണോ? സിമ്പിൾ റെസിപ്പിയാ, വലിയ സംഭവമൊന്നുമില്ല. പക്ഷെ വിഷയം ഇഷ്ടമായി, അത്ര അറിയത്തുള്ളൂ. ഓക്കെ, സോ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഹായ്, സോ മുട്ടക്കറി ഉണ്ടാക്കാനായിട്ട് നമുക്ക് വേണ്ട ഒബ്വിയസ് ഇൻഗ്രീഡിയൻറ്റ് മുട്ട ബോക്സ്. സോ നിങ്ങൾക്കൊരു 5-6 മുട്ട എടുക്കാം, 4-5. ബിക്കോസ് നമ്മൾ ഇത്ര ഒരു മുട്ടയ്ക്ക് ആ ഒരു കറി ഉണ്ടാക്കുന്നുള്ളൂ. ഐഡിയയിൽ ഒരു 4-5 മുട്ട. അതിനല്ലേ ഞാനും പറഞ്ഞു. സോ മുട്ടക്കറി ഉണ്ടാക്കാനായിട്ട് നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് 2 പച്ചമുളക്, 2 വലിയ സവാള, കുറച്ച് കരിവേപ്പില, കുറച്ച് കോക്കനട്ട് ഓയിൽ, പിന്നെ എഗ് മസാല, ബ്ലാക്ക് പെപ്പർ, സോൾട്ട്, ടർമറിക് പൗഡർ, കൊറിയാൻഡർ പൗഡർ, കാശ്മീരി ചില്ലി. ഇത്രയാണ് നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് എടുത്ത് വെക്കേണ്ടത്. സോ ബേബി ഉള്ളി അരിയാണ്, ബിക്കോസ് എന്നെ കരയിപ്പിക്കണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഉള്ളി അരിയാണ്. എന്ത് പറ്റി ചക്കരെ? ഉള്ളി കുളിച്ചോണ്ടിരിക്കുക. അച്ചോടാ പോട്ടടാ, ഞാൻ മാറി നിക്കാവേ. പാവം ടക്കിലി കരയുണ്ടടാ, ഞാനൊന്നും പറഞ്ഞില്ലടാ. പോട്ടട ചക്കര അച്ചോടാ, ഇനി ചക്കര ഭാവിയാണോ, ഭാവിയാണോ. ഭർത്താവ് പടിയെടുക്കുന്നത് ഭാര്യ ഇങ്ങനെ നോക്കി ഇങ്ങനെ നിൽക്കുന്നു. ഈ സവാള കട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് അത്യാവശ്യം കുഞ്ഞിതാക്കി അരിയാണെങ്കിൽ നല്ല പെട്ടെന്ന് വഴണ്ട് കിട്ടും. ഇപ്പം ഞാനത് 2ആയി കീറി. മെയിനായിട്ട് ഈ സവാള കട്ട് ചെയ്യുമ്പോൾ എല്ലാം ഏകദേശം ഒരേ സൈസാവും നോക്കുക. അപ്പോൾ വഴട്ടി കിട്ടുമ്പോൾ എല്ലാം ഒരേപോലെ വഴട്ടി കിട്ടും. കാരണം വലുത് കാരണം ചെറുതൊക്കെ ആയിട്ടിരിക്കുന്ന സമയത്ത് മെയിൻ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലത് നന്നായി ഇതാവും, വഴണ്ട് കിട്ടും, ചിലത് അത്ര വഴണ്ട് കിട്ടത്തില്ല. സോ നമ്മളിതുപോലെ മുട്ട ഇടുക. മുട്ട ബോയിൽ ചെയ്യാനായിട്ട് ഇങ്ങനെ മുട്ട ഇടുക. ഇപ്പം ഇത് ഇവിടെ റെഡി ആകുമ്പോഴത്തേക്കിന് അപ്പുറത്ത് നമുക്ക് സവാള കട്ട് ചെയ്യാം. നമ്മൾ ഇതുപോലെ കുറച്ച് ഹൈ ഫ്ലെയിമിൽ ഇടുവാണെങ്കിൽ വേഗം വെള്ളം തിളയ്ക്കും. എന്നിട്ടൊരു നമുക്കൊരു 20 minutes സോറി 21 ആയിപ്പോയി, ബട്ട് ഇറ്റ്സ് ഓക്കെ. നമുക്ക് 20 minutes. സോ ആസ് യു നോ നമ്മൾ ഇലക്ട്രിക് സ്റ്റവാണ് യൂസ് ചെയ്യുന്നത്. സോ ലൈക്ക് ഒരു 2-ൻ്റെയും 4-ൻ്റെയും ഇൻ ബിറ്റ്വീൻ ആയിട്ടത്. അപ്പം സത്യം പറഞ്ഞ ഒരു അത്രയും മീഡിയം അല്ല, കുറച്ച് താഴെ അതിൽ. എന്നിട്ട് നമുക്ക് ഇനിയും എണ്ണ ഇടാം. സോ നമുക്ക് അത്യാവശ്യം വെളിച്ചെണ്ണ ഉപയോഗിക്കാം. അത് ഇവിടെ ഇപ്പോൾ ഈ വെളിച്ചെണ്ണ കട്ടായിട്ടിരിക്കുന്ന നാട്ടിലൊക്കെ കുറച്ച് ലിക്വിഡ് ആയിരിക്കും. ഇവിടെ തണുപ്പ് കാരണം ഇത് കട്ടയായിട്ടായിരിക്കുന്നത്.
സോ നമ്മുടെ കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യുക. കോക്കനട്ട് ഓയിൽ കൂടും തോറും ബോഡിക്ക് ഇച്ചിരി കേടാണെങ്കിലും കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ അതിന് ശേഷം നമ്മൾ സവാള ഇടുക. ജസ്റ്റ് ഒന്ന് മെൽറ്റ് ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക കോക്കനട്ട്. ഓക്കെ. സോ സ്റ്റൗ അത്യാവശ്യം ചൂടായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ സവാള ഇതിനകത്തേക്ക് ഇടാം. അത് കുറച്ചിങ്ങനെ ഉടച്ചു കൊടുക്കുക, ഇങ്ങനെ കരഞ്ഞു കിടന്നോളും. കുറെ സവാള ഉണ്ടെന്ന് വിചാരിക്കേണ്ടത് കുറച്ച് ചുങ്ങി ചെറുതാവുന്നതായിരിക്കും. ഇതിന് 3 സവാള ഉപയോഗിക്കാം. അപ്പോൾ ഞാനെടുത്ത പാത്രം ഇച്ചിരി ചെറുതായതുകൊണ്ട് നമുക്ക് വഴണ്ട് കിട്ടുന്നതിന് മുമ്പ് കുറെ പോലെ ഇരിക്കും. പക്ഷെ ലാസ്റ്റ് ഇത് ഇച്ചിരി ഉണ്ടാവത്തുള്ളൂ. ഇതൊരു മുട്ടക്കറി അല്ല, ഒരു മുട്ട റോസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ആരാകുമ്പോൾ എനിക്ക് വറ്റിച്ചുണ്ടാക്കുന്ന ഇഷ്ടമാണ്. കാരണം അതിൻ്റെ ആ ഒരു ടേസ്റ്റ് നന്നായി നിൽക്കും എനിക്ക് ഈ വറ്റിച്ചുള്ള കറികളിൽ. അല്ല, ആക്ച്വലി അടിപൊളി ഒരു മുട്ടക്കറി അല്ലെങ്കിൽ മുട്ട റോസ്റ്റ് ആണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യേണ്ടതാണ്. മസ്റ്റ് ട്രൈ ഒരു ഐറ്റമാണ്. അപ്പോൾ നമുക്ക് ഈ സവോളൊക്കെ ഒന്ന് ഈ ഉടച്ചു കൊടുക്കുന്നത് ഇങ്ങനെ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. അത് നന്നായി മുറിച്ചാൽ കുറച്ചുകൂടെ ബെറ്റർ ആയത്. അല്ലെങ്കിൽ ഇങ്ങനെ കൈ കൊണ്ട് ഉടച്ചു കൊടുക്കണമായിരുന്നു. അല്ലെങ്കിൽ ഇപ്പോൾ എങ്ങനെയും ചെയ്യാം. അത് കുറച്ച് വരണ്ട് കഴിയുമ്പോൾ എല്ലാം വിട്ട് കിടക്കും. അത് സമയം എടുക്കും. ഇതിങ്ങനെ ഉടച്ചു കൊടുക്കാം. പെട്ടെന്ന് അങ്ങനെ വരണ്ട് കിട്ടാൻ വേണ്ടി നല്ലത്. ഇനി നമ്മൾ ഇച്ചിരി ഉപ്പ് ആഡ് ചെയ്യണം. ഉപ്പ് ആഡ് ചെയ്യുന്നതിന് 2 കാര്യമുണ്ട്. ഇപ്പോൾ നമുക്ക് പെട്ടെന്ന് ഈ വഴണ്ട് കിട്ടും. പിന്നെ നല്ലൊരു ഇപ്പം ആഡ് ചെയ്യുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും സവോളക്കൊക്കെ. ഞാനൊരു 3/4 ടീസ്പൂൺ ഇട്ട് ഉപ്പ്. ഒരു കാര്യം വഴണ്ട് കിട്ടും, നല്ലൊരു ടേസ്റ്റും ഉണ്ടാവും. ഗൈസ്, സവോള വഴണ്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് റൊമാൻസ് ആവാതെ കരുതി. എന്റെ സവാള അവസാനം കരിക്കൂ. ഇല്ല, അതൊക്കെ സുരക്ഷിതമായ കൈകളിൽ ഭദ്രമാണ്. സോ നമ്മളിനി പച്ചമുളക് 2 പച്ചമുളക് ഇടാൻ പോവാണല്ലേ? അതെ, 2 പച്ചമുളക് മതിയാവും. കാരണം നമ്മൾ ഈ കാശ്മീർ ചില്ലി ഇടുന്നുണ്ട്. അപ്പോൾ ഇത് മതിയാവും. നമ്മൾ ഈ ചാറ് കറി അല്ലാത്തതുകൊണ്ട് ഈ ഇച്ചിരി എരിവ് ഇട്ടാൽ പോലും ആ ഒരു എരിവ് എന്ത് നമ്മളിട്ടാലും അത് പെട്ടെന്ന് അതിനകത്ത് റിഫ്ലക്റ്റ് ചെയ്യും. സോ കുറച്ച് ശേഷം ഇട്ടാൽ മതിയല്ല. ഇതിപ്പോൾ സവാള ഒരു ഹാഫ് വേ ത്രൂ വഴണ്ടിട്ടുണ്ട്. ഇനി കുറച്ചുകൂടി വെള്ളമുണ്ട്. അപ്പോൾ ഞാൻ ആ സമയത്ത് പച്ചമുളക് ഇട്ട് കുറച്ചുകൂടി അത് ഇനി മൂപ്പിക്കണം. നമ്മുടെ മുട്ട ഇവിടെ തിളച്ച് തുടങ്ങുന്നുണ്ട് നല്ല രീതിയിൽ. ഒരു 3 മിനിറ്റ്സും കൂടെ ഉണ്ട്. ഇതിപ്പം ഇലക്ട്രിക് സ്റ്റവ് ആയതുകൊണ്ട് ഇത്രയും സമയം എടുക്കുന്നത്, ബട്ട് വേഗമാകും. ഞാൻ ബേബിയെ ഇളക്കാൻ സഹായിക്കുന്നു. ഇളക്കുവാണോ? നമ്മളെ കൊണ്ട് ഇതൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷെ എന്തോ കുക്ക് ചെയ്യുന്ന ആള് ആരാണോ കുക്ക് ചെയ്യുന്നത് അവര് തന്നെ എല്ലാം ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ് ടേസ്റ്റ് കിട്ടുന്നത്. നമ്മൾ സഹായിക്കാൻ ചെല്ലുമ്പോഴത്തേക്കിന് സ്ഥിരം ഉണ്ടാവുന്ന ഒരു ടേസ്റ്റ് ചിലപ്പം
വരത്തില്ല. എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്, എനിക്ക് പലപ്പോഴും അങ്ങനെ തോന്നിയിട്ടുണ്ട്. അല്ല, ഞാൻ സീരിയസ്ലി പറഞ്ഞ ലൈക്ക് നിങ്ങൾക്ക് എത്ര പേർക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്? എനിക്ക് അങ്ങനെ എപ്പോഴും തോന്നാറുണ്ട്. കുക്ക് ചെയ്യുന്ന ആളെല്ലാം ചെയ്യണം, കട്ടിങ്, മിക്സിങ്, എവറിത്തിങ്. ഡിഷ് വാഷിംഗ് വേറെ ആൾക്ക് ചെയ്യാറില്ല. അല്ല, ഡിഷ് വാഷിങ്ങും ചെയ്യണം, പാത്രം ബാധിക്കത്തില്ല, അതും ടേസ്റ്റിനെ ബാധിക്കും. സോ ഇതിപ്പോൾ അത്യാവശ്യം നന്നായി വേണ്ടിയിട്ടുണ്ട്. 1 മിനിറ്റും കൂടി കഴിഞ്ഞു. പിന്നെ ഇപ്പോൾ ഞാൻ തീ കുറയ്ക്കുക, തീ ലോയിലിട്ടു. ഇനി ആ ഒരു ഇലക്ട്രിക് ഇതായതുകൊണ്ട് അറ്റ്ലീസ്റ്റ് 2 മിനിറ്റ്സ് എടുക്കുക. ഒരു കുറച്ച് ചൂട് കുറയാൻ. എന്നിട്ട് വേണം നമുക്ക് ഈ മസാലപ്പൊടികളൊക്കെ ഇടാനായിട്ട്. ഇത് എഗ് മസാല. ഇതൊരു ഇത്ര ഒരു 1 ടീസ്പൂൺ ഇടാം, അത്ര വേണ്ടു. പിന്നെ ഇത് ബ്ലാക്ക് പെപ്പറാണ്, അതും ഓൾമോസ്റ്റ് ആ ഒരു 1 ടീസ്പൂൺ എടുത്ത് ഇട്ടാൽ മതിയാണ്. ടെർമറിക്ക് ഒരു നൂലുള്ള, അത് ടെർമറിക്ക് നല്ലതാണ്, ഒരു ഇച്ചിരി ഇട്ടാൽ മതി, ഒരു നൂല്. എന്നിട്ട് ഇനി അടുത്ത് ഇച്ചിരി മല്ലിപ്പൊടിയാണ്, കൊറിയാൻഡർ പൗഡർ. ഇത് ഇച്ചിരി ഇട്ടാൽ മതി. ഇത് കൊറിയാൻഡർ പൗഡർ ഇപ്പോൾ ഓപ്ഷനിൽ, എന്നാലും ഞാൻ ഇടാറുണ്ട്, അതായിരിക്കും അതിൻ്റെ ടേസ്റ്റ് കിട്ടുന്നുണ്ടാവും. അപ്പോൾ ഇച്ചിരി ഇട്ടാൽ മതി. കശ്മീരി ഇത് കശ്മീരി ചില്ലി. ഇത് അത്ര എരിവില്ല, മുട്ടക്കറിക്ക് കുറച്ച് റെഡിഷ് കളർ ഒക്കെ കിട്ടും. സോ ഇത് ഞാൻ ഒരു ടീസ്പൂൺ ഇടുന്നു. ഇത് ടേബിൾ ടീസ്പൂൺ ഇത്ര. മറ്റേ ഹോട്ട് ചില്ലി എടുക്കരുത്, നല്ല എരിവായിരിക്കും. യൂസ് ഒൺലി കാശ്മീരി ചില്ലി. ഇത് നമ്മൾ നന്നായത് ലോ ഫ്ലെയിമിൽ ഞാൻ കുറച്ച് നേരം ഇളക്കി കൊടുക്കണം, അതിൻ്റെ പച്ചമണമൊക്കെ മാറാനായിട്ട്. ഇപ്പോൾ ഈ കുക്കിംഗ് വീഡിയോസിലൊക്കെ ആൾക്കാർ പറയും 1 മിനിറ്റ് 2 മിനിറ്റ് എന്നൊക്കെ. ഞാനൊരു അത്യാവശ്യം ഒരു 5 മിനിറ്റെങ്കിലും ലോ ഫ്ലെയിം ചെയ്യും, കാരണം എനിക്ക് ഒട്ടും പറ്റാത്തൊരു കാര്യമില്ല പച്ചമണം. അത് ആ ടേസ്റ്റിനെ ശരിക്കും ബാധിക്കും. സോ നമ്മളത് ഉറപ്പ് വരുത്തുന്നതിൽ പച്ചമണം പോയെന്നുള്ളത്. ഞാൻ നേരത്തെ ഉപ്പ് ചേർത്തായിരുന്നു, ഇനി ഉപ്പ് ലാസ്റ്റ് ടേസ്റ്റിനനുസരിച്ച് ആഡ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, സോ നമ്മുടെ ഇത് മിക്സായി. കുറച്ച് നേരം ഞാൻ മസാലപ്പൊടിയൊക്കെ ഇട്ട് ഇതാക്കി, പച്ചമണൊക്കെ പോയി. സോ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ മുട്ട പൊട്ടിച്ചു. ചിലതൊക്കെ പെർഫെക്റ്റ് ആയിട്ട് വന്നു, ചിലതൊന്നും അത്ര പെർഫെക്റ്റ് അല്ല. സോ അത് ഭാഗ്യം പോലെ ഇരിക്കും. സോ ഇനി അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഇച്ചിരി വെള്ളം ഒഴിക്കാൻ പോവാം. ഇപ്പോൾ ലോ ഹീറ്റിലിരിക്കുന്ന കുറച്ച് ഹൈ ഹീറ്റ് ആക്കാം, ഒരു 4-ലൊക്കെ വയ്ക്കാം. എന്നിട്ട് ഞാൻ വെള്ളം ഒഴിക്കുക. അത് കുറച്ചധികം ഒഴിച്ചുകൊണ്ട് പ്രശ്നമില്ല. എന്നിട്ട് കുറച്ച് നേരം വറ്റിക്കും, ആ ഒരു കറക്റ്റ് കൺസിസ്റ്റൻസി ആവുന്നവരെ. സോ മേ ബി ഒരു കപ്പ് വെള്ളമൊക്കെ അല്ലേ? ഒരു കപ്പ് ഇങ്ങനൊരു ഇത് വന്നാൽ മതി. നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചാലും ഓക്കെ. എനിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ മുട്ട ഇതിനകത്ത് ഇടും. ഇനി മുട്ടയിട്ട് കുറച്ച് മുട്ട ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കും. സോ അതിന് വേണ്ടിയിട്ടാണ് ഇച്ചിരി വെള്ളം അധികം ഒഴിച്ച്. മുട്ട നമുക്ക് മുറിക്കുക, അത് കുറച്ചുകൂടി ഫ്ലേവേർഡ് ആയിരിക്കും. മുട്ടയ്ക്കകത്ത് ഒരു മസാലയൊക്കെ ഇത് പിടിക്കുമല്ലേ കുറച്ച്. സോ കുറച്ച് ഇങ്ങനെ നമ്മുടെ മീനൊക്കെ മുറിക്കുന്ന പോലെ മുട്ട കുറച്ച് ഇതിലും കുഴപ്പമൊന്നുമില്ല. അത് ഇഷ്ടം നമ്മുടെ ഇഷ്ടം. ഇത് ഞാൻ ഇപ്പോൾ ഇച്ചിരി ഇലക്ട്രിക് സ്റ്റൗവില് 4 എന്നൊക്കെ പറയുന്നത് അത്യാവശ്യം നല്ല ചൂടാണ്. അപ്പോൾ ഈ വെള്ളം തിളയ്ക്കും കുറച്ച് കഴിയുമ്പോൾ. അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ മുട്ടയുടെ ഈ ഔട്ടർ ഭാഗം ഒന്ന് റോസ്റ്റഡ് ആയി കിട്ടും. അത് കുറച്ചുകൂടി ടേസ്റ്റി ആയിരിക്കും അങ്ങനെ ചെയ്യുന്നത്. ഉണ്ടോ, അത് അത്ര പെർഫെക്റ്റായി ഫീൽ ചെയ്ത് വന്നില്ല. സോ നമ്മളൊക്കെ നമ്മൾ ലുക്കല്ല നോക്കുന്നത്, നമ്മൾ
ടേസ്റ്റ് ഉണ്ടോ നോക്കുന്നത്. ടേസ്റ്റ് ആണ് നോക്കുന്നത്. സോ ഇത് ഇതിനകത്ത് കിടന്ന് കുറച്ച് റോൾ ചെയ്യുക, എല്ലായിടത്തേക്കും മസാലയൊക്കെ പിടിക്കും. സോ ഇനി കുറച്ച് ഇത് തിളയ്ക്കാൻ തുടങ്ങും. അപ്പോൾ വെള്ളം നമുക്ക് വറ്റി കിട്ടും ചെയ്യാം. അതിനൊപ്പം തന്നെ മുട്ടയും ഒരു ചെറുതായിട്ട് റോസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ഇടയ്ക്ക് വെച്ചൊന്ന് റോൾ ചെയ്ത് കൊടുക്കണം മുട്ട. അപ്പോൾ എല്ലാ സൈഡും ഒന്നൊരു എന്താ പറയുക ചെറുതായിട്ട് റോസ്റ്റഡ് ആയിട്ട് കിട്ടും. സോ ഈ ഒരു ടൈമിൽ നമുക്ക് ഇച്ചിരി കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. സോ ഗ്രേവി ഈ ഒരു കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. നമുക്കിനി സ്റ്റൗ ഓഫ് ചെയ്യാം. സോ ഇനി ഉപ്പ് വേണമെങ്കിൽ അത് നമുക്ക് ടേസ്റ്റ് നോക്കി ഇട്ട് കൊടുക്കാം. സോ ദാറ്റ്സ് ഇറ്റ്. മുട്ടക്കറി റെഡി ആയിട്ടുണ്ട്. സോ ഗൈസ്, നമ്മുടെ മുട്ട റോസ്റ്റ് അല്ലെങ്കിൽ മുട്ടക്കറി എന്ത് വേണമെങ്കിലും വിളിക്കാം, ആ സംഭവം റെഡി ആയിട്ടുണ്ട്. എൻ്റെ ബേബി എനിക്ക് വേണ്ടി ഉണ്ടാക്കി തന്നെ എൻ്റെ ഫേവറേറ്റാണ്. പക്ഷെ ബേബി കുറച്ച് ടേസ്റ്റ് ചെയ്തപ്പം കുറച്ച് എരിവ് കൂടിപ്പോയെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു അതെന്ത് പറ്റിയെന്ന്. അപ്പോൾ പറയാം ഞാൻ ഭയങ്കര സ്പൈസി ആയതുകൊണ്ട് സ്പൈസി ആക്കിയത്. സോ നമുക്ക് ടേസ്റ്റ് ചെയ്തിട്ട് നമുക്ക് പറയാം എങ്ങനെ ഉണ്ടെന്ന്. ഞാൻ നോക്കട്ടെ സ്പൈസി ആണോ എന്ന്. ഒരു കുറച്ച് സ്പൈസിയാ, പക്ഷെ നമുക്ക് വേണമെങ്കിൽ ഒരു സ്പൂൺ കാശ്മീരി പൊടിക്ക് പകരം ഒരു 3/4 സ്പൂൺ അത്രയും യൂസ് ചെയ്താൽ മതി. കുറച്ച് സ്പൈസിയാണ്, പക്ഷെ എനിക്ക് ഇത് ഓക്കെയാണ്. പക്ഷെ നിങ്ങൾക്ക് ഓക്കെ അല്ലെങ്കിൽ ഞാൻ അതായിരിക്കും സജസ്റ്റ് ചെയ്യുന്നത്. സോ താങ്ക് യു സോ മച്ച് ബേബി, എൻ്റെ മുട്ടക്കറി ഉണ്ടാക്കിയതിൽ. എങ്ങനെയുണ്ട്? ബേബിയെ പോലെ അടിപൊളിയാണ്. എന്നത്തെ പോലെ ഉണ്ടോ? Yes. So see you guys in the next vlog. Maybe അടുത്ത വ്ളോഗിൽ ഞാൻ ബേബിക്കായിരിക്കും ഫുഡ് ഉണ്ടാക്കി കൊടുക്കാൻ പോകുന്നത്. So see you, bye, good night. Bye. And subscribe to our YouTube channel. Thank you for watching.